2035 വരെ അല്ലെങ്കിൽ 2040 വരെയൊക്കെ ഇനി ബി.ജെ.പി മാറ്റമില്ലാതെ തുടരും. അപ്പോൾ ഈ ബി.ജെ.പി ഇനി മാറ്റമില്ലാതെ തുടരണമെങ്കിൽ അമിത് ഷായ്ക്ക് ശേഷമോ അല്ലെങ്കിൽ മോദിജിക്ക് ശേഷമോ ഒക്കെ വേറൊരാൾ വരണം എന്നുള്ള രീതിയിലൊക്കെ സംസാരങ്ങൾ വരുന്നുണ്ട്. അപ്പം ഏഹ്, ഈ പ്രൊപ്പഗൻഡയൊക്കെ ചെന്നെത്തുന്നത് അങ്ങനത്തെ ഒരു എൻഡ്ലെസ് ആയിട്ടുള്ള ഒരു ബി.ജെ.പി ഗവൺമെന്റിലേക്കാണോ? ഞാൻ പറയാം സെൻട്രൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മൾ ഇന്ന് പറയുന്ന വടക്കേ ഇന്ത്യ എന്ന് പറയുന്നത് വേറൊരു രാജ്യമാണ്. അത് പണ്ടേ അങ്ങനെ തന്നെയാണ്. ഉം. എന്ന് പറഞ്ഞാൽ ലോകത്ത് നമ്മൾ അർഷനെ പറ്റി പറഞ്ഞാൽ, അശോകനെ പറ്റി പറഞ്ഞാൽ, അത് കഴിഞ്ഞിട്ടുള്ള മുഗൾ വംശങ്ങൾ മുഴുവൻ പറഞ്ഞാൽ എല്ലാം ഈ വടക്കേ ഇന്ത്യക്കാർ അവിടെ തന്നെയാണ് ഈ ഭരണം മുഴുവൻ നടന്നിട്ടുള്ളത്. ആ. നമ്മൾ ആരെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളവരല്ല. ഉം. തെക്കേ ഇന്ത്യയെ ഒരു റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്ന ഫുട് നോട്ടിലുള്ള ഉം. എന്താണ് ചോളന്മാരെന്ന് ദ്രവിഡിയൻസ്. അല്ല ഇവിടുത്തെ ആ. ഭരണക്കാരെ പറ്റിയുള്ള ഹിസ്റ്ററി എന്ന് പറയുന്നത് ഫുട് നോട്ടാണ്. അതെ, 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 അതെ. അല്ലാതെ ഇവരാരും ഇവിടോട്ടെങ്കിലും വന്നിട്ടില്ല. ശരിക്കും ഇന്ത്യക്കാരെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഇന്ത്യ. ഉം. കണ്ടഹാർ ഗാന്ധാര പ്രദേശം അതാണ്. ഈ മഹാഭാരതത്തിലെ ഗാന്ധാരമാണത്. അതിനപ്പുറത്ത് തൊട്ടപ്പുറത്താണ് കംബോജ ഉണ്ടായിരുന്നത്. ഇതൊക്കെ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ പാകിസ്ഥാൻ എന്ന് വിളിക്കുന്ന സാധനത്താണ് നമ്മുടെ ഈ ഇൻഡസ് വാലി സിവിലൈസേഷനും ഒക്കെ ഈ പറയുന്ന ഇതുകൊണ്ടാണ് ഗ്രേറ്റർ ഇന്ത്യ എന്നാണ് ബി.ജെ.പിക്ക് ഒരു സംശയം ഇല്ലാതെ അറിയാവുന്ന സാധനമാണ്. ഗ്രേറ്റർ ഇസ്രയേൽ ഉണ്ടാകുന്ന പോലെ തന്നെയാണത്. ഈ 3 വിഭാഗമാണതുള്ളത്. ഉം. 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 അമേരിക്കയിലെ ട്രംപിന്റെ ആൾക്കാരും നേതന്യാഹുവിന്റെ ആൾക്കാരും മോദിയുടെ ആൾക്കാരും ഒരൊറ്റ ടീമാണ്. ഉം. അവരൊരു അച്ചുതണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഇറാൻ വാറിന് തൊട്ട് മുമ്പ് ഇയാൾ അവിടെ പോകുന്നത്, മോദി അവിടെ പോകുന്നത്. അവിടെ പോയി നേതന്യാഹുവിനെ കെട്ടിപ്പിടിച്ചതിന്റെ പിറ്റേന്നല്ലേ ഈ യുദ്ധം തുടങ്ങുന്നത്. ശരിയാണ്. ഇതൊക്കെ നമ്മളത് കാണാതിരുന്നുകൂടാ. ആ ഏരിയകളൊക്കെ കാണുന്നത്. ഞാനിത് സിനിമയെ പറ്റി പറയുമ്പോൾ അവരത് വളരെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം.